വൈകിട്ടത്തേക്ക് ഇതേ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കഴുകാനുള്ളത് ഇതേ വേഗം കഴുകിയിട്ട് സൈഡിൽ തോരട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ കോണിയുടെ അവിടെയും അതുപോലെ ചെറിയൊരു അഴയ്ക്ക് അവിടെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കാറ് കേട്ടോ. പിൻഷാട്ട് ഇന്ന് ഇതേ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഇതുപോലെ തുണി തോരയിടുന്ന നേരത്തെ ആയിരുന്നു കേട്ടോ വിൻഷാട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ തുണി തോരയിടൽ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. വിൻഷാട്ടൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. പിന്നെ എന്തോ എണ്ണക്കടി കൊടുക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടാ. വിൻഷാട്ട് ഈ നേരത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല അറിയായിരുന്നു. പിന്നെ ഞാൻ വേഗം തോരടാൻ പോയിട്ട് വന്ന് നോക്കിയപ്പോ തേജപ്പ നല്ല ഉറക്കാട്ട. മഴ കാരണം തേജുവിനെ അതേട്ട സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ക്ലാസ്. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തോന്നുന്നു. ആള് നല്ല ഉറക്കാണ് കേട്ടാ. പിന്നെ നമ്മൾ വേഗം ചായ കുടിക്കണം കേട്ടോ. പക്ഷെ വിൻഷേട്ടൻ വന്നിട്ട് അവനെ വിളിച്ച് എനിപ്പിച്ചു കേട്ടോ. അപ്പൊ ഞാൻ വേഗം ചായ എടുക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ശർക്കര കാപ്പി തന്നെയാട്ടോ വെക്കണത്. കുറെ പേര് ഇപ്പോഴും വന്നിട്ട് എങ്ങനെയാ ശർക്കര കാപ്പി വെക്കണമെന്ന് ചോദിച്ച് കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ സിമ്പിളാണ്. നമ്മൾ നോർമൽ ചായയും കാപ്പിയും വെക്കണ പോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കര ഇടണമെന്ന് മാത്രം. അത്ര ഡിഫറൻസ് ഉള്ളൂ. പൊടിയൊക്കെ നമ്മൾ ചായയിലേക്ക് ഇടുന്ന പോലെ ചായയാണോ കാപ്പിയാണോ വെക്കണെന്ന് വെച്ചാൽ അതിലേക്ക് ഇടുന്ന ആ ഒരു അളവിൽ പൊടി ഇടുക കേട്ടോ. അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. മുട്ട ബജിയും സുഖിയനും കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മേശയമേ ഇരിക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വേണ്ട നമുക്ക് ഹാളിൽ ഇരിക്കാം, എന്തോ സിനിമ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് OTT-ൽ ഏതോ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണാന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ എടുത്തിട്ട് ഇത് അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ ഇതേ വെള്ളം തളച്ചിട്ട് ഞാൻ പൊടി ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ വേഗം ആറ്റി എടുത്തിട്ട് ഞങ്ങളതേ വേഗം ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ മുട്ട ബജിയും നമ്മുടെ സുഖിയനും. എനിക്ക് സുഖിയനാട്ടോ ഇഷ്ടം. മുട്ട ബജിയോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ മുട്ട ബജി നമ്മുടെ തേജുനാട്ടോ കൊടുന്നേക്കണ്. എനിക്ക് മിൻഷാട്ടിനും സുഖിയനാട്ടോ ഇഷ്ടം. പിന്നെ നോക്കിയപ്പോ നല്ല തകർപ്പൻ മഴയായിരുന്നു കേട്ടാ. നല്ല ഇരുട്ട് കുത്തിയിട്ട് നല്ലൊരു മഴ ഉണ്ടായിരുന്നു കേട്ടാ. ഉച്ച നേരത്തെ നല്ല കാറ്റും നല്ല മഴ അങ്ങനെ ഇടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല കാറ്റൊന്നുമില്ല, വെറും മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ TV ഒക്കെ കണ്ടിട്ട് ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഇരുന്ന് കാണട്ടെ. ഈ പടത്തിന്റെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഇവിടുന്ന് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഇടയിൽ ഞാൻ മേലെഴുകാൻ പോയി. പിന്നെ വിളക്കുകൊളത്താളെ പരിപാടിയുടെ ഇടയിൽ ചെറിയ പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികമായിട്ട് പടം കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതേ നമ്മൾ വേഗം മേലൊക്കെ കഴുകി എന്റെയും തേജുവിന്റെ ഒക്കെ മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങളതേ വിളക്ക് കൊളുത്താണ് കേട്ടോ. അപ്പൊ തേജുവിനാണ് ഇപ്പോഴത്തെ ഡ്യൂട്ടി. എന്താ ചന്ദനത്തിരിയുടെ പൊടിയില്ലേ, ആ മൂടിയത്തെ പൊടി കൊണ്ട് കളയിലിട്ടാ. പിന്നെ ഇതേ നമ്മൾ വേഗം തൊഴുതു. വൈകുന്നേരം ആയിട്ടോ ഒരു 5:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളക്ക് കൊളുത്തി. കാരണം നല്ല ഇരുട്ട് പോലെ എനിക്ക് തോന്നി. പിന്നെ അമ്പലത്തിൽ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.